മഴയ്ക്ക് ഈ ആവേശം അല്ലെങ്കിൽ ഈ VS-നോടുള്ള ഹൃദയവികാരം തളർത്താൻ മഴയ്ക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു VS-നോടുള്ള ആവേശത്തെ പോലെ മഴയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണുവാൻ ഞങ്ങൾ എറണാകുളം എവിടുന്നാ വരുന്നത്? ഇത് കുട്ടികൾ ഉൾപ്പെടെ വലിയ മുദ്രാവാക്യം മുഴക്കി വരിവരിയായി നിൽക്കുകയാണ് ഇവിടെ. നിങ്ങൾ VS-നെ കണ്ടിട്ട് വരുവാണോ? ഞാൻ നൂറിനാട് പാലമേൽ പഞ്ചായത്ത് ഒളവക്കാട് PHS. ഞങ്ങൾ ആലുവെന്നാണ്. VS-നെ സാധാരണ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം VS ഇഴുകിച്ചേർന്നെന്ന് ഈ VS-ന്റെ മരണത്തോടനുബന്ധിച്ച് ഇവിടെ തടിച്ചുകൂടിയ പല ഭാഗത്തും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ തടിച്ചുകൂടിയ ജനസാഗരം വെളിവാക്കുന്നത് VS എല്ലാവരുടെയും മനസ്സിൽ പാർട്ടിക്കൊപ്പവും പാർട്ടി പറയുന്നത് പോലെ മനസ്സിലേക്ക്, സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിയാണ് VS എന്നുള്ളത് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആലുവെന്നാണ് വരുന്നത്. ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് VS-നെ കാണുന്നത് അത് മനസ്സിന് എന്നുള്ള ആൾക്കാരാണ്. 11 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത്. നിങ്ങൾ കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലം കേരളം ഇതുവരെ സാക്ഷിയാകാത്ത രീതിയിലുള്ള ജനങ്ങളാണ് VS-ന്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് പല 11 ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. VS പകരം വെക്കാനൊരു നേതാവിന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. എങ്കിലും അസാധു ജനം ഇത് ഒരു അതിശയമാണ്. എന്താ സംഭവിക്കുന്നത് പോലും അറിയില്ല. ഇവിടെ ഈ നീണ്ട നിര VS-നെ കാണാനെത്തുന്നവരുടെ നീണ്ട നിര ഇങ്ങനെ അത് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. പക്ഷേ അത് നീങ്ങുന്നതിനനുസരിച്ച് പിറകിൽ കൂടുതൽ ആളുകൾ ആ വരിയുടെ ഭാഗമാകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് 8 മണിക്ക് ഈ പൊതുദർശനം അവസാനിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ VS-നെ ഇവിടെ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് SKN അത് കൂടുതൽ സമയം വേണ്ടിവരും. ഇവരെ മുഴുവൻ ഇവരെല്ലാവരും ഈ മഴ നനഞ്ഞ് രാവിലെ ഏതാണ്ട് 11 മണി 12 മണി സമയം തൊട്ട് ഈ ക്യൂവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് VS-ന്റെ ഭൗതിക ശരീരവും കൊണ്ട് വലിയ ചുടുകാട്ടിലേക്ക് പോകാൻ കഴിയാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സമയം VS ഇവർക്കിടയിൽ ഉണ്ടാകാനും തന്നെയാണ് സാധ്യത. അതല്ലെങ്കിൽ അങ്ങനെ ഇവർക്കിടയിലൂടെ VS-നെ അദ്ദേഹത്തിന് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VS എന്ന സഖാവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി നൽകാൻ ആളുകൾ എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണാണ്. അദ്ദേഹത്തിന് വരുന്ന മണ്ണ് പോലെയാണ് ആലപ്പുഴ. ഇവിടെ നിന്നാണ് പുന്നപ്രയുടെ സമര തീജ്വാലയിൽ നിന്നാണ് VS അച്യുതാനന്ദൻ എന്ന സഖാവ് പിറവിയെടുക്കുന്നത് എന്ന് നമുക്കറിയാം. പുന്നപ്ര വയലാറിൻ്റെ സമര നായകന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന ആളുകൾ. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിനുള്ളിൽ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നത്. അതുപോലെ പുറത്തും നല്ല മഴ പെയ്യുന്നു. മഴയിൽ കുതിർന്ന ഈ രാവിൽ ആയിരങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. മഴയും തണുപ്പുമൊന്നും ബാധിക്കാതെ കുഞ്ഞുങ്ങളെ കൂടി കൂട്ടി വന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാം VS എന്ന
സഖാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന കഥകൾ അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി മാത്രമല്ല, പൊന്നപ്പുറ വയലാറിൻ്റെ സമര നായകനാണ് എന്നുകൂടി പലർക്കും അറിയാം, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഇപ്പോൾ നമുക്കൊപ്പം ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, 8 മണിയോടെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കണം എന്ന കണക്കൂട്ടലുകൾ കൂടി പിഴയ്ക്കുകയാണ്. അത്ര കൂടുതൽ ജനസാഗരം ഒഴുകി ഇരമ്പി വരുന്നു, ആർത്തലച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അവർക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, VSനെ ഒരിക്കൽ കൂടി കാണണം, അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യം നൽകണം. നിത്യനിദ്രയിലേക്ക് അദ്ദേഹം മടങ്ങും മുമ്പ് അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി കാണണമെന്ന ആവേശത്തിൽ വന്നിരിക്കുന്ന ആയിരങ്ങളെ നമുക്കെങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ കഴിയുക? SKN 8 മണിയോടുകൂടിയെങ്കിലും ഇവിടുത്തെ ഈ പൊതുദർശനം അവസാനിപ്പിക്കണമെന്നാണ് CPM നേതൃത്വം കരുതുന്നത്. ആ നിലയിലുള്ള അനൗൺസ്മെൻറ്റുകൾ CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 8 മണിക്ക് ഈ പൊതുദർശനം അവസാനിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ നിലയിൽ ഒന്നും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അത്രമേൽ ജനങ്ങൾ പുറത്ത് നിൽപ്പുണ്ട്, വരിയായി നിരയായി അവർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നതിന്, അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് 8 മണിക്ക് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ, വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. അവർ റെഡ് സല്യൂട്ട് മുഴക്കിക്കൊണ്ട് ഇല്ല VS മരിക്കില്ല എന്ന മുദ്രാവാക്യവുമായി കോരിച്ചൊരിയുന്ന മഴയിൽ അവർ കാത്തുനിന്നതാണ്, മണിക്കൂറുകളോളം കാത്തുനിന്നതാണ്. ഇപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ അവഗണിച്ചുകൊണ്ടാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പ്രത്യേക വേദിയിലേക്ക് അവിടെ VS അച്യുതാനന്ദന് അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നതിനായി ജനസാഗരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് 8 മണിക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇപ്പോൾ പറയാനാകില്ല. ഇവിടെ നിന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന മന്ത്രിമാരും CPIMൻ്റെ നേതാക്കൾ ചിലരുമൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇതിനുശേഷമായിരിക്കും അതിനുശേഷമായിരിക്കും ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് ഈ പൊതുദർശനത്തിന് ശേഷമായിരിക്കും കൊണ്ടുപോകുക. അത് എപ്പോൾ കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ പറയാനാകാത്ത അവസ്ഥയാണ്. SKN ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചുടുകാട്ടിലേക്ക് മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതേസമയം ഈ വലിയ ചുടുകാട്ടിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സംസ്കാര സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 8 മണിക്കടുത്ത് ഇത് അവസാനിപ്പിച്ച് ഈ പൊതുദർശനം, ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് വലിയ ചുടുകാട്ടിലേക്ക് വിലാപയാത്രയായി പോയി അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി നൽകി അന്ത്യ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അദ്ദേഹത്തിനെ നിദ്രയിലേക്ക് മടക്കണം എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ആർത്തലച്ചെത്തുന്ന ജനസഞ്ചയം അതിനൊക്കെ അനുവദിക്കുമോ എന്ന് നമുക്കറിയില്ല. മണിക്കൂറുകളോളം കുട്ടികളെയും തലയിലേറ്റി കാത്തു നിൽക്കുന്ന രക്ഷകർത്താക്കൾ പോലും, പിതാക്കന്മാർ പോലും അവിടെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ ഊഴത്തിനു വേണ്ടി. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. വെള്ളക്കെട്ടും അതുപോലെ മഴ ഒക്കെ ഉണ്ട് അവിടെ. മഴ നനഞ്ഞും മിഴി നനച്ചുമൊക്കെ ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. അവരെ കൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രാമൊഴി നൽകാൻ അവരെ കൂടി കാണിച്ചാൽ മാത്രമേ VSനെ പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അവരുടെ വിപ്ലവ ആചാര്യൻ VSന് അന്ത്യ അഭിവാദ്യം നൽകാൻ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾക്ക് നിരാശയുണ്ടാക്കാൻ പാർട്ടിക്ക് ആവില്ല. ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ നിന്ന് ഷബീദ് റാവുത്തർ കൂടി ചേരുകയാണ്. മുഖ്യമന്ത്രിയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതാക്കന്മാരൊക്കെ അവിടേക്ക് മാറിത്തുടങ്ങി. അതിൻ്റെ അർത്ഥം ഇവിടെ പൊതുദർശനം അവസാനിക്കാനുള്ള സമയമായി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും കണ്ടു മടങ്ങിക്കഴിഞ്ഞ് ഈ പൊതുദർശനം അവസാനിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല എന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്.